We are discussing about the spatial distribution of SC and ST population in India. Scheduled caste in India. Scheduled castes are the sub-communities that have traditionally endured adversity, persecution, and social isolation in India due to their perceived poor status. കാലങ്ങളായിട്ടുള്ള ജാതീയ ചിന്തയുടെ ഫലമായിട്ടും കാലങ്ങളായിട്ടുള്ള അടിച്ചമർത്തലുകളുടെ ഫലമായിട്ടും ഒരു സൊസൈറ്റിയിൽ പുവറായിട്ട് നിന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഒത്തിരി സഹനം നേരിട്ടിട്ടുണ്ട്, ഒത്തിരി അഡ്വേഴ്സിറ്റീസ്, ഒത്തിരി പെർസിക്യൂഷൻസ്, ഐസൊലേഷൻസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 16.6% ആണ്. അവരുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സും നടപ്പാക്കുന്നത് ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 943 ആണ്. പക്ഷേ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 945 ആണ്. അതായത് നാഷണൽ ആവറേജിനെക്കാട്ടും കൂടുതലാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ സെക്സ് റേഷ്യോ. ഇനി കേരളത്തിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1057 ആണ്. പോണ്ടിച്ചേരിയിൽ 1056 ആണ്. ഗോവയിൽ 1015ഉം അരുണാചൽ പ്രദേശിൽ 1008ഉം തമിഴ്നാട്ടിൽ 1004ഉം ആണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു പോപ്പുലേഷൻ നോക്കുന്നെങ്കിൽ അവരുടെ ഒരു വുമൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ പോപ്പുലേഷനെ എക്സീഡ് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി മിസോറാം മാത്രമാണ് വളരെ ലോ ആയിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് പോപ്പുലേഷനിൽ 1% കുറവുള്ളത്. അതായത് 1000 മെയിൽ എടുക്കുന്നെങ്കിൽ 509 മാത്രമേ മിസോറാമിൽ ഫീമെയിൽ പോപ്പുലേഷൻ ഉള്ളൂ. ഇനി 2011 സെൻസസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 72.99% ആണ്. അതേസമയം ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ലിറ്ററസി പെർസെൻറ്റേജ് വളരെ കുറവാണ്, അതിനെ അപേക്ഷിച്ച് 66.1% ആണ്. ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മിസോറാം ആണ്. അതേസമയം ഏറ്റവും കുറവ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ബീഹാർ ആണ്, ഓൺലി 48.6%. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടൊരു കാസ്റ്റ് ഗ്രൂപ്പാണ്. അവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലേബറേഴ്സായിട്ടും സ്മോൾ ലാൻഡ് ഫോൾഡർ ഫാമേഴ്സായിട്ടും ആർട്ടിസ്റ്റായിട്ടും ഇൻഡസ്ട്രിയൽ എംപ്ലോയീസുമായിട്ടൊക്കെയാണ്. പ്രധാനമായിട്ടും അവരുടെ ഒരു കോൺസെൻട്രേഷൻ കാണുന്നത് ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയവയാണ്. അതിൽ പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ചാമേഴ്സ് ഓഫ് ഉത്തർപ്രദേശ്, ബലായ്സ് ഓഫ് ബംഗാൾ, മേഘ്സ് ഓഫ് ഗുജറാത്ത്, മഹാൾസ് ഓഫ് മഹാരാഷ്ട്ര, മലാസ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് ആദിവാസീസ് ഓഫ് തമിഴ്നാട്. ഈ ഇൻഡിപെൻഡൻസിന് ശേഷം ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു റിസർവേഷൻ സ്റ്റാറ്റസും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഷെഡ്യൂൾ കാസ്റ്റ് പോപ്പുലേഷൻ്റെ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ അൺഈക്വൽ ആണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കാണുന്നത് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കാണുന്നത് പഞ്ചാബിലാണ്. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 32% പഞ്ചാബിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷനാണ്. അത് കഴിഞ്ഞ് വരുന്ന ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്. ഇനി ചില യൂണിയൻ ടെറിട്ടറീസിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷനേ ഇല്ല. അത്തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഒപ്പം തന്നെ സ്റ്റേറ്റ് ആയിട്ടുള്ള നാഗാലാൻഡ്. അതേസമയം അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ദാദ്ര നഗർ ഹവേലി, ഡാമൻ ആൻഡ് ഡ്യൂവിൽ ഒക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5% താഴെയാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും 5-നും 16%-നും ഇടയിലാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ 2011 സെൻസസ് അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ്റെ ഓരോ സ്റ്റേറ്റിലെയും പ്രൊപ്പോർഷൻ, അത് 5%-ൽ കുറഞ്ഞ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സിക്കിം, അരുണാചൽ പ്രദേശ് തുടങ്ങിയവയാണ്, മിസോറാം തുടങ്ങിയവയാണ്. ഇനി ഇല്ലാത്തത് അരുണാചൽ പ്രദേശിൽ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ് ടി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷനെ അപേക്ഷിച്ച് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പോപ്പുലേഷനാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിമോട്ടും ലെസ് ഹോസ്പിറ്റബിൾ ഏരിയാസിലാണ്. അതേസമയം ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫെർട്ടൈൽ ലാൻഡ്സിലും കോസ്റ്റൽ പ്ലെയിൻസിലുമാണ്. ഫോർ എക്സാമ്പിൾ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്. പിന്നെ പ്രധാനമായിട്ടും അവർ അഗ്രികൾച്ചർ ലേബറേഴ്സ് ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ നാഗാലാൻഡ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് തുടങ്ങിയവയാണ്. അതേസമയം ഷെഡ്യൂൾഡ് ട്രൈബേ ഇല്ലാത്ത സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഡൽഹി, പോണ്ടിച്ചേരി തുടങ്ങിയവയാണ്.
ST പോപ്പുലേഷൻ്റെ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും വൈഡ് വേരിയേഷൻസ് കാണാൻ സാധിക്കും. ഒരു ട്രൈബ്സ് നമുക്ക് പഞ്ചാബിലോ ഹരിയാനയിലോ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ഡൽഹിയിലോ ചണ്ഡീഗഡിലോ പോണ്ടിച്ചേരിയിലോ കാണാൻ സാധിക്കത്തില്ല. ആ സമയം മിസോറാമിലും ലക്ഷദ്വീപിലെ 95% പോപ്പുലേഷനും ട്രൈബൽ പോപ്പുലേഷനാണ്. ഇനി ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് തുടങ്ങിയവയാണ്. ഇനി മണിപ്പൂർ, ഛത്തീസ്ഗഡ്, ത്രിപുരയിലും ഏതാണ്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ഇപ്പോൾ 30% ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്. ഇനി 15 മേജർ സ്റ്റേറ്റ്സിൽ ഒറീസയിലാണ് ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ ഉള്ളത്. ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ നോക്കുമ്പോൾ 22% പോപ്പുലേഷനും ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ളത് ഒറീസയിലാണ്. അത് കഴിഞ്ഞ് വരുന്നത് മധ്യപ്രദേശാണ്. ഇനി ഒപ്പം തന്നെ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ 10% മുകളിൽ കാണുന്ന സ്റ്റേറ്റ്സ് ആണ് ഗുജറാത്ത്, അസം, രാജസ്ഥാൻ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ ST പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു മാപ്പാണ്. നില്ലായിട്ടുള്ളത് പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റ്സിലാണ്. ലെസ് ദാൻ 10% ഉള്ള സ്റ്റേറ്റ്സ് ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് പുതുച്ചേരിയാണ്. മോർ ദാൻ 75% ഉള്ളത് അരുണാചൽ പ്രദേശാണ്. ടോട്ടൽ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 8.4 crores കൗണ്ട് ചെയ്യുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റ്സിൽ നിന്നാണ്. അതായത് ഇന്ത്യൻ ട്രൈബൽ പോപ്പുലേഷൻ്റെ 1/3 വരുന്നത് ഈ 3 സ്റ്റേറ്റ്സിൽ നിന്നും മാത്രമാണ്. അതായത് മധ്യപ്രദേശിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, ഒറീസയിൽ നിന്നും. ഇനി 71% ഓഫ് ദ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ നമുക്ക് ടോട്ടൽ 6 സ്റ്റേറ്റ്സിൽ നിന്നാണ് വരുന്നതെന്ന് പറയാം. അതായത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് ജാർഖണ്ഡ്. ഇനി ആബ്സലൂട്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ ഉള്ള മധ്യപ്രദേശാണ്. അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, ഒറീസ, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, അസം, കർണാടക, മേഘാലയ, നാഗാലാൻഡ്. ഇനി 40 lakhs മുകളിലാണ് ബാക്കി മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സിലും ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ വളരെ കുറവ് അല്ലെങ്കിൽ ഇല്ലാത്ത സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി. സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ്റെ ഡിസ്ട്രിക്ട് ലെവലിലും വ്യത്യാസമുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് കാണപ്പെടുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷനുള്ള ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് 3 ക്ലസ്റ്റേഴ്സിലാണ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് മിഡ് ഇന്ത്യൻ, വിന്ധ്യൻ കൺട്രി റീജിയനും അതിൻ്റെ അഡ്ജോയിനിങ് പ്ലേസസ് ആയിട്ടുള്ള ആരവല്ലീസും, സഹ്യാദ്രീസും, ഒറീസ ഹിൽസും, ചോട്ടാനാഗ്പൂർ പ്ലേറ്റും ഒക്കെയാണ്. ഇനി രണ്ടാമത്തെ റീജിയൻ നിലനിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലും മൂന്നാമത്തെ റീജിയൻ നിലനിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലും ജമ്മു ആൻഡ് കാശ്മീരിലുമാണ്. ടോട്ടലായിട്ടുള്ള 593 ഡിസ്ട്രിക്ട്സിൽ 57 ഡിസ്ട്രിക്ട്സിലും അതായത് അബൌട്ട് 10% ഡിസ്ട്രിക്ട്സിലും 60% പോപ്പുലേഷൻ എന്ന് പറയുന്നത് ട്രൈബൽ പോപ്പുലേഷനാണ്. ഈ ഡിസ്ട്രിക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, ഒപ്പം തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ചോട്ടാനാഗ്പൂർ പ്ലേറ്റു, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇനി 31 ഡിസ്ട്രിക്ട്സിൽ 40 തൊട്ട് 60% വരെ പോപ്പുലേഷൻ ട്രൈബൽ പോപ്പുലേഷനാണ്. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഡിസ്ട്രിക്ട്സിൻ്റെ ഒരു കണ്ടിന്യൂസ് പാർട്ടാണ് ഈ പറഞ്ഞ 31 ഡിസ്ട്രിക്ട്സ്. ഇനി 323 ഡിസ്ട്രിക്ട്സിൽ അതായത് ഒരു 54% വരുന്ന ടോട്ടൽ ഡിസ്ട്രിക്ട്സിൽ ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണ്. ഇനി 11 ഡിസ്ട്രിക്ട്സിൽ ട്രൈബൽ പോപ്പുലേഷൻ കാണാനേ സാധിക്കത്തില്ല. ഇനി ഒറ്റ ട്രൈബൽ പോപ്പുലേഷൻ കാണാത്ത 50 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഇനി ഒട്ടും ഇല്ലാത്ത ഡിസ്ട്രിക്ട്സ് കാണപ്പെടുന്നത് അലുവിയൽ പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, രാജസ്ഥാൻ ഡെസേർട്ട്, കത്തിയവാർ, മഹാരാഷ്ട്ര, കർണാടക പ്ലേറ്റു, മലബാർ കോസ്റ്റ്, അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റൽ